എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ജാൻജേഷി സുഖമില്ലാതെ തല വിളിക്കുന്നുണ്ട്. സുഖമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ 3 നേരം കിച്ചടി 2 ദിവസമായിട്ട് ചിരിപ്പിക്കല്ലേ മാഷേ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല കിച്ചടി. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചായ അല്ലാതെ ഉണ്ടാക്കിയ ഒരു വിഭവം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു. കാരണം ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പറയണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എപ്പോഴും അങ്ങനെ മറന്നുപോയി. അപ്പോഴാണ് ഒരു കുട്ടി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ചേച്ചി ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷ് ഏതാണ്, അതാർക്കാണ് കൊടുത്തത്, എന്തായിരുന്നു അതിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഈ സംഭവമാണ്, അത് റവ കിച്ചടിയാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7 8 തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ സുധീന്ദ്രൻ ഡോക്ടറുടെ കൂടെ ഞങ്ങൾ തൃശ്ശൂരും ഒരു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇങ്ങനെ തലചുറ്റലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർക്ക് ഒരു ചെറിയൊരു പേടി തോന്നി, സുധീന്ദ്രൻ ഡോക്ടർക്ക്. അപ്പൊ വീണ്ടും ഒരു സജഷന് വേണ്ടിയിട്ട്, സെക്കൻഡ് ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ കൃഷ്ണമൂർത്തി ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അമ്മയും അച്ഛനും ഞാനും സുധീന്ദ്രൻ ഡോക്ടറും കൂടിയിട്ടാണ് ഡോക്ടറുടെ വീട്ടിൽ പോയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, സുധീന്ദ്രൻ ഡോക്ടറോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ പറഞ്ഞു, ഇനി എന്തായാലും വന്നതല്ലേ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് ആ ആന്റിയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സംഭവം തന്നത്. ഞാൻ അങ്ങനെയാണ് ലൈഫിൽ ആദ്യമായിട്ട് ഈ കിച്ചടി എന്ന് പറഞ്ഞ സംഭവം കഴിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കിച്ചടിയാന്നുള്ള കാര്യം. ഞാനൊരു ഉപ്പുമാവാന്ന് വിചാരിച്ചു, പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ പരീക്ഷ നോക്കിയപ്പോൾ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛനും കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു കൊള്ളില്ല, ഇനി മേലെ കിച്ചണിൽ കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അമ്മയുടെ വേർഷൻ. എന്നാൽ പോലെ അങ്ങനെ ആദ്യമായിട്ട് അതായിരുന്നു എൻ്റെ അനുഭവം. അതാണ് ഈ സംഭവം, ഈ കിച്ചടി. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മുടെ ഉപ്പുമാവിന്റെ ഒരു ചേച്ചി തന്നെയാണ് നമ്മുടെ കിച്ചടി എന്ന് പറയുന്നത്. ആ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിൽ, പക്ഷെ ടേസ്റ്റ് വൈസ് കുറച്ച് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടുമായി കണ്ട് നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയ റവ കിച്ചടി തയ്യാറാക്കാമെന്ന് നോക്കിട്ട് തരാം കേട്ടോ. നാളെയും കൂടെ ഞാൻ തന്നെ തിന്നണം. അപ്പൊ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഉണ്ടാക്കിയ നമ്മുടെ റവ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ്, അതായത് 1/2 ഗ്ലാസ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 240 ml ഐക്യ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് റവയാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ പോലും ഞാനത് ജസ്റ്റ് ഒന്ന് വറക്കും. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിച്ചടിക്ക് കിട്ടുള്ളൂ. വറുത്ത റവ എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വറവൊന്നും അതിനുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ റവ നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. കണ്ടിന്യൂസ് ആയി ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗം മാത്രം ബ്രൗൺ ഷെയ്ഡ് ആവും, മുകളിൽ ഭാഗം ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റവയൊക്കെ വറക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൈസസും കാര്യങ്ങളൊക്കെ വറക്കാൻ മാത്രം ഒരു പാത്രം മാറ്റി വെക്കുക. ഈ പാത്രത്തിലാണ് ഞാൻ എപ്പോഴും റവയൊക്കെ വറക്കുന്നത്. കാരണം ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ റവ അതേപോലെ തന്നെ ഇതൊക്കെ താഴെ നോൺ സ്റ്റിക്കിലൊക്കെ പോറൽ വീഴാൻ അല്ലെങ്കിൽ ഒരു അടയാളങ്ങൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പുതിയ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ റവയൊന്നും വറക്കരുത്. പഴയ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വറക്കുക. അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഓക്കെ. അപ്പൊ അതൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയി ഇളക്കി ഇത് നന്നായി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ വീനാസ് കറിവേളിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കിച്ചടിയും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വിചാരിക്കും ഉപ്പുമാവും കിച്ചടിയും തമ്മിൽ എന്താ ഇത്ര വലിയ വ്യത്യാസം, കാണാനും ഒരേപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന്. കാണാനും ടേസ്റ്റിലും ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു കൺസിസ്റ്റൻസിയാണ് ഉപ്പുമാവിന്റെ. അതായത് നമുക്കിങ്ങനെ പൊടിഞ്ഞെടുക്കുന്നതാണ് ഉപ്പുമാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേസമയം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെയുള്ളത്. ഈ കിച്ചടി എന്ന് പലർക്കും അറിയില്ല. നമ്മൾ തമിഴ്നാട്ടിൽ ഇതിനെ കിച്ചടി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ആന്റിയുടെ ഡോക്ടർ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അത് കഴിക്കുമ്പോൾ എനിക്ക് അപ്പോഴും അറിയില്ല ആക്ച്വലി ഇത് ഉപ്പുമാവാണ് അല്ല, ഇതിന്റെ പേരാണ് കിച്ചടി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിച്ചപ്പോൾ എന്താ, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഉപ്പുമാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഉപ്പുമാവ്.
അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് കഴിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അച്ചാറിന്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്തപ്പോൾ ആകെപ്പാടെ ഞാൻ മാറ്റം വരുത്തിയത്, എൻ്റെ അമ്മ നാളികേരം ഇടുമായിരുന്നു ഉപ്പുമാവിൽ, ഞാനിതിൽ നാളികേരം ഇട്ടില്ല, അതിനൊരു മഞ്ഞൾപ്പൊടി ഇട്ടു, അച്ചാറിന്റെ കൂടെ കഴിച്ചു. പിന്നെയാണ് കുറച്ച് ശരിക്കും വലുതായപ്പോഴാണ് ആ ഒരു എന്താണ് ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലായി. ഇതാണ് കിച്ചടി, ഇതിന്റെ പേരാണ് റവ കിച്ചടി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. മറ്റേത് ഉപ്പുമാവ് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ റെസിപ്പി മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു ചെയ്യണമെന്ന്, പിന്നെ എങ്ങനെയോ അത് മറന്നുപോയി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യം. പിന്നെ ഈ ലൈവിൽ പറഞ്ഞപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു കുട്ടി, നിങ്ങളുടെ ചേച്ചിയുടെ ആദ്യത്തെ ഡിഷ് എന്താണ്, ചേച്ചി കിച്ചണിൽ ആദ്യമായി ട്രൈ ചെയ്യുന്ന ഡിഷ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ശരി ഇതിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാൻ പറഞ്ഞ ഓർമ്മകളും അതേപോലെ റെസിപ്പിയും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത് റവ കിച്ചടി ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു, എന്നെ ഇഷ്ടപ്പെടുന്ന വീനസ് കറിവേലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. കാരണം എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്രൈ ചെയ്തിരുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങളും കൂടെ ഒന്ന് അറിയണം. എൻ്റെ അപേക്ഷ നിങ്ങൾ പരിഗണിക്കില്ലേ? എനിക്കറിയാം നിങ്ങൾ ഇപ്പൊ തന്നെ കൈപൊക്കിയിട്ടുണ്ട്. ആരൊക്കെ കൈപൊക്കി എന്ന് ഞാൻ കാണട്ടെ. അതെ, ഓക്കെ, എല്ലാവരും കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം തന്നെ ഞാൻ ഈ പ്രത്യേകിച്ചും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിന്റെ പിക്ചേഴ്സ് ഫേസ്ബുക്ക് നിറയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പ്രളയമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളെ ഒരു പ്ലാനിങ് ഉണ്ട് ഫേസ്ബുക്കിൽ വീനസ് കറിവേൽ ഫാൻസ് പേജ് തുടങ്ങണമെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യോ നമ്മുടെ വീനസ് കറിവേൽ ഫാൻസ് പേജിൽ? അതിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കാം, ഞാൻ പറയാം അവരുടെ അടുത്ത് തുടങ്ങിക്കോളാൻ. ഞാനിങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് അതിൽ ആക്റ്റീവ് ആവാൻ പറ്റില്ല. അപ്പോൾ 2 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു മണം വരാൻ തുടങ്ങും. പിന്നെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമ്മൾ റവ റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ട് പോകും, ഓവറായിട്ട് ബ്രൗൺ ആയി പോകും. അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കി നമുക്ക് കിച്ചടി തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ശരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ, എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഇതിൽ നെയ്യ് ചേർക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ ജാനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജാനിന് നെയ്യ് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ നെയ്യ് ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓയിൽ മാത്രം ഒഴിക്കാറുള്ളൂ, നെയ്യ് ഒഴിക്കാറില്ല. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നെയ്യ് ആണെങ്കിൽ മൊത്തത്തിൽ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ ഓയിൽ മാത്രം ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന, ഹോട്ടലിലൊക്കെ നിറയെ അവർ നെയ്യ് ഒഴിക്കുന്നുണ്ട്, അപ്പോഴാണ് നല്ലൊരു മണം വരുന്നത്. പക്ഷെ എനിക്ക് ആ മണം ഇഷ്ടമില്ല, എന്താ ചെയ്യുക. പക്ഷെ ആ ആൻറ്റി ഉണ്ടാക്കി തന്നിരുന്നതിൽ ഒരുപാട് നെയ്യിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. നെയ്യിൻ്റെ സ്മെല്ല് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കഴിക്കില്ലായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കണം. അപ്പോൾ അതായത് നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതല്ലെങ്കിൽ രണ്ടും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഇടാൻ പോകുന്നത് ഒരു 5 അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കട്ട് ചെയ്തതാണ്, ചുറ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാനിവിടെ കിസ്മിസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കിസ്മിസ് ഇടുന്നുണ്ട്. സാധാരണ രീതിയിൽ കിസ്മിസ് ഇടാറില്ല, പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, ഉണക്കമുന്തിരി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തീ കുറയ്ക്കണം. തീ കുറച്ചതിന് ശേഷം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി കൊത്തി എരിഞ്ഞതാണിത്, ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. എരിവ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള കൊത്തിയരിഞ്ഞത്, വളരെ ചെറുതാക്കി പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സവാള. വലിയ സവാളയാണെങ്കിൽ വലിയ സവാളയുടെ പകുതി മാത്രം മതിയാവും. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, സവാള വാടിയ മാത്രം മതിയാവും കേട്ടോ, അല്ലാതെ ബ്രൗൺ കളറായി അത്ര നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്നാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്.
അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പച്ചക്കറികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, അതുപോലെ തന്നെ കോളിഫ്ലവർ ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. എന്ത് പച്ചക്കറി ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ചെറുതാക്കി ഈ സമയത്ത് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചടി നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ല ആൻറ്റിയുടെ ആ ഒരു സംഭവം ആൻറ്റി ഉണ്ടാക്കി തന്ന ആ ഒരു കിച്ചടി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാനിതിൽ പച്ചക്കറി ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചോളൂ. പച്ചക്കറി ഈ സമയത്ത് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ ആ പച്ചക്കറി വെന്തോളും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്, അതായത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം ചേർക്കാൻ പാടില്ല, ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല. ഒരു 2 നുള്ളു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞൾപ്പൊടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് ഓവറായിട്ട് അങ്ങ് നിൽക്കും, അത് പാടില്ല. ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് മാത്രം മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ വിത്തിൻ സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ റെഡിയാവുന്ന ഒരു ഐറ്റമാണിത്. ഭയങ്കര എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഉപ്പുമാവിന് കറക്റ്റായിട്ട് ഇത് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ളൊരു അളവുണ്ട് കേട്ടോ, വെള്ളത്തിനൊക്കെ. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ശരിക്കും അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. പക്ഷെ ഞാൻ എപ്പോഴും 1/4 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് റവ എടുത്തില്ലേ, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷെ ഞാൻ 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പം എപ്പോൾ ഏത് 3 ഇരട്ടിയുടെ പ്ലസ് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എനിക്ക് ശരിയാവുന്നത്. അപ്പോൾ പച്ചമുളക് മാറി. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 ഗ്ലാസ് ചൂടായ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്, 3/4 ഗ്ലാസ്, അങ്ങനെ 1.25 ഗ്ലാസ് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലോട്ട്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, അല്പം ചേർക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒരുപാട് കൂടുതൽ ആദ്യം ഇടാൻ പാടില്ല. പിന്നെ നമുക്ക് കറി എന്നല്ല എന്ത് സംഭവമാണെങ്കിലും കഴിക്കാൻ പറ്റില്ല, കുറവുണ്ട്. ചിലവർ ഇതിൽ തക്കാളി ആഡ് ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമല്ല തക്കാളി ആഡ് ചെയ്യുന്നത്. തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ തക്കാളി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തക്കാളി ഇട്ടോളും. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ട് തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. ഈ വെള്ളം നന്നായി തിളയ്ക്കുന്ന സമയത്താണ് നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഫസ്റ്റ് ഡിഷിനോടുള്ള സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ എൻകറേജ് ചെയ്തത് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് ഡിഷ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. എത്ര പൊട്ടയാണെങ്കിലും എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. സ്വയം പുഴുത്തുകയും ചെയ്യും. എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. എൻ്റെ ദൈവമേ, ഒരു മുതലുണ്ട് അടുക്കളയിൽ കയറി കണ്ട് സ്വന്തം ഉണ്ടാക്കി സ്വയം പുഴുത്തുന്നു എന്ന് പറയുന്ന പലർക്കും അനുഭവം ഉണ്ടാവും. അതുപോലെ തന്നെ പക്ഷെ എൻ്റെ അച്ഛൻ അന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് എപ്പോഴും ഭയങ്കര ഒരു കടപ്പാടുണ്ട്. കാരണം അച്ഛനന്ന് വേണ്ട, നന്നായിട്ടില്ല മോളെ നീ ചെയ്യേണ്ടെന്ന് പറയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരിക്കലും പരീക്ഷണത്തിന് മുതിരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും RVS പോയപ്പോൾ അവിടുത്തെ പാർട്ടിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ തോന്നിയത്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അന്നത്തെ ടേസ്റ്റ്, അന്ന് വിശപ്പ് ഉണ്ടായിരുന്നു, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കിയാലും ഭയങ്കര സ്വാദായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം കൂടുതലല്ലേ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എപ്പോഴും ആവശ്യത്തിൽ കൂടുതലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തീ കുറയ്ക്കാൻ പോവുകയാണ് ഞാൻ. ചെറിയ തീയിലിട്ടതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന റവങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പതുക്കെ ആഡ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒട്ടും അതിൽ കട്ട കെട്ടാൻ പാടില്ല. കട്ടയില്ലാതെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഇത് അടച്ചു വെക്കാം. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ തന്നെ നല്ല ശരിക്കും നമ്മുടെ റവ കേസരി ഇല്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്യുന്ന 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഈ അടുപ്പത്ത് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ അടുപ്പത്ത് തന്നെ 2 മിനിറ്റ് കൂടെ വെക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ ഇനി നെയ്യും മല്ലിയിലൊന്നും ഇടുന്നില്ല. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ചിലവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് ഞാൻ ലെമണിൻ്റെ ഒരു വെഡ്ജ് വെക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ അച്ചാറും തേങ്ങ ചട്നിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറിവേൾഡിൻ്റെ
തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ മാങ്ങാച്ചാറും നോക്കാൻ മറക്കരുത്. ആ റെസിപ്പി തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് നല്ല പരുവായിട്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഞാൻ ഊതി കഴിക്കട്ടെ എൻ്റെ സ്വന്തം റവ കിച്ചടി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ മറ്റേ സാധാരണ ഉപ്പുമാവ് പോലെയല്ല. ഉപ്പുമാവ് സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ റവ കേസരീനെ പോലെയാണ് ഇത് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് ചൂടാറി കഴിഞ്ഞാലും ആ സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ നെയ്യിലാണെങ്കിൽ പ്രത്യേകിച്ചും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഇതൊരിക്കലും ഭയങ്കരമായിട്ട് ഹാർഡ് ആവില്ല ഈ സംഭവം. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ചൂട് മാങ്ങ പിക്കിളാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. കാരണം അന്ന് ഞാൻ കഴിച്ച ടേസ്റ്റ് അതാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ സംഭവം പുറത്ത്. അപ്പോൾ ഹോട്ടലിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ നെയ്യ് ഒഴിക്കുന്നവർ ഇതിനേക്കാളങ്ങ് തിളങ്ങും. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഗ്ലേസിംഗ് ആയിരിക്കും. അപ്പോൾ നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. പക്ഷേ ഞാൻ ഈ ഒരു ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ആകപ്പാടെ ഉപയോഗിച്ചിട്ട് എന്നിട്ട് പോലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കൂടുതൽ ചേർക്കുന്നതോറും ഭയങ്കര സോഫ്റ്റ് ആയും. പക്ഷേ ഇതാണ് അതിൻ്റെ നെയ്യിൻ്റെ കുത്തുമണമൊന്നും ഇല്ല. ആ സമയം നല്ല ടേസ്റ്റും ഉണ്ട്. അടിപൊളി. എനിക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ നമ്മുടെ എന്താ ടേസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നില്ലേ പണ്ട് എൻ്റെ സ്കൂളിൽ പ്രിയപ്പെട്ട ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ അതെല്ലാം ഓർമ്മ വരും. ഒരുപാട് ഓർമ്മകൾ ഓടി മറിഞ്ഞുകൊണ്ടിരിക്കും. 7ാം ക്ലാസ്സിൽ വെച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ പോയ കാര്യവും ആ രംഗങ്ങളും ഞാൻ സ്കാൻ ചെയ്യാൻ പോയതും അമ്മ കരയുന്നതും എൻ്റെ പിന്നെ ഡോക്ടർ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം, അമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും, അങ്ങനെ ഒരുപാട് സീൻസ് ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തലയിൽ കൂടെ ഇപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഉണക്കമുന്തിരി ഓപ്ഷണലാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറികൾ ചേർത്ത് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാം. സ്കൂളിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കും കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് ഡിഷും കൂടിയാണ് നമ്മുടെ റവ കിച്ചടി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത അഭിപ്രായം പറയാം. ജാൻ വരുമ്പോൾ ജാനിന് കൊടുത്ത് ജാൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. രാജേഷി കറികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. തക്കാളി കറി താങ്കളല്ലേ പറഞ്ഞത് താങ്കൾക്ക് അച്ചാറ് മാത്രം മതി, അതുകൊണ്ട് ഞാൻ അച്ചാറ് മാത്രം തന്നത്. കഴിഞ്ഞ ദിവസം ചമ്മന്തി ചട്നി തന്നിട്ട് കഴിച്ചില്ലല്ലോ. ഇത് പരിപ്പ് മത്തങ്ങ കറി. ബീഫ് അച്ചാറുണ്ട് വേണം. ബീഫ് നമുക്ക് വ്യാഴാഴ്ച എടുക്കാം. പരീക്ഷിച്ചോക്കല്ലേ അന്ന് ഓഫീസിൽ കൊണ്ടുപോയതിന്റെ അത്ര തന്നെ എത്തിണ്ടെന്ന് പറയാം. പക്ഷെ മുന്തിരി ഇട്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പ്രഷറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻ ചേട്ടനും വേണ്ടി മാത്രം ഞാൻ മുന്തിരി ഇടുന്നത്. എനിക്ക് കിട്ടിയില്ല. അതിനുള്ളിൽ മുന്തിരി ഉണ്ട് ഇഷ്ടം പോലെ. ഒരു മുന്തിരി ഉണ്ടാവാനുണ്ട്. മുന്തിരിക്കാരൻ. അപ്പൊ അങ്ങനെ ഭാര്യ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇതാണ് സംഭവം. മുന്തിരി ഉള്ളതുകൊണ്ട് അന്ന് മുന്തിരി ആന്റിയാ ഇല്ല. നല്ല ഷെഫുകൾ ഇങ്ങനെ ഐഡിയ മുന്തിരി ഇട്ടാലാണ് അത് പൂർണ്ണത. കണ്ടു. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടാ. ഞാൻ ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. മുന്തിരി അവര് വിചാരിക്കും എന്താണ് ഈ ഉപ്പുമാവും ഇതും തമ്മിൽ വ്യത്യാസം, അതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞോട്ടത്. അതല്ല, ഞാൻ സാധാരണ ഉപ്പുമാവ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ കഴിക്കുന്നത് കറി കൂട്ടിട്ട് അച്ചാറ് കൂട്ടിട്ട്. ഞാൻ രാവിലെ ഉപ്പുമാവ് കഴിച്ചേ. ഉപ്പുമാവാ ഞാനിന്ന് തന്നുവിട്ട എന്തായിരുന്നു? ആടപ്പാവി. ശരി. അപ്പൊ അവിടെ നിന്നും കൊച്ചുകളെ കഴിക്കുന്നുണ്ടല്ലേ ഭാര്യ തരുന്ന ഫുഡ് അല്ലാതെ. അപ്പൊ ചാച്ച ബൈ.